ചെങ്ങായിമാറ നമ്മളെ റഹീം ഉണ്ടല്ല വധശിക്ഷയെന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നേല് നമ്മളെ കേരളത്തിലെ സംഖ്യയിലിട്ടില്ല സംഖ്യക്ക് വല്ലാതെ അങ്ങ് കുരുപൊട്ടിട്ടുള്ളേ. സ്വാഭാവികം. സംഖ്യകളെന്താ ചോദിക്കുന്നതെന്നറിയാം, ഈ വധക്കേസിലെ പ്രതിക്ക് കേരളം ഇത്രമാത്രം സ്വീകരണം കൊടുക്കേണ്ട എന്താവശ്യമുള്ളതാണ് സംഖ്യകൾ ചോദിക്കുന്നത്. അതെനിക്ക് സന്തോഷം. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സംഖ്യയോടും എല്ലാവരോടും പറയാൻ ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ കേരളം സ്വീകരണം കൊടുത്തത് റഹീം എന്ന കൊലപാതകയ്ക്കല്ല, മലയാളിയിലെ ജാതിയും മതവും ഒന്നും നോക്കാതെ സ്നേഹിക്കുന്ന മലയാളി, ആ മലയാളിയുടെ ഒത്തൊരുമക്കാണ് മലയാളി ഉണ്ടല്ല സ്വീകരണം കൊടുത്തത്. എത്ര നാളത്തെ കാത്തിരിപ്പല്ലോ. അതായത് റഹീമിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയിലേക്കുണ്ടല്ല മലയാളികൾ ജാതിയും മതവും നോക്കാതെ ഒരുമിച്ച് നിന്ന് ആ വഴി കണ്ടെത്തി റഹീമിനെ തിരിച്ചു കൊണ്ടുവന്ന് ആ ഒത്തൊരുമക്കാണ് മലയാളി ഉണ്ടല്ല സ്വീകരണം കൊടുത്തത്. പക്ഷെ എന്താ ചെയ്യാ, നമ്മളെ നാട്ടിലെ സംഖ്യക്ക് അതൊന്നും പിടിച്ചിട്ടില്ല. സംഖ്യകൾ ഇങ്ങനെ കൂരു പൊട്ടി പൊട്ടി ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒരു ചാണക ക്രിസംഗി ഉണ്ട് ഇസ്രായേലിൽ നിന്ന്. എപ്പോഴും പച്ച വർഗീയത മാത്രം പറഞ്ഞ സുജിത് വർഗീസ് ജോൺ എന്ന ഒരു ക്രിസംഗി. ആ ക്രിസംഗി പറഞ്ഞ വൃത്തികേട് കേൾക്കാം, അതിനുശേഷം ആ ക്രിസംഗിക്കുള്ള മനോഹരമായ മറുപടിയും കേൾക്കാം. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? വലിയൊരു 20 വർഷമാണ് പിന്നിട്ടത്. സ്വീകരണം കണ്ടാത്ത ഒന്നും രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണെന്ന്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ടിനി ജീവിക്കണ്ടേ. ഇവന്റെ പ്രശ്നം ആ കുഞ്ഞിനെ കൊന്നതോ സ്വീകരണം കൊടുത്തതോ എന്നല്ല, അയാളുടെ പേരുണ്ടല്ല റഹീം എന്നുള്ളതാണ്. അയാൾ ഒരു മുസ്ലിം ആണെന്നുള്ളതാണ് ഈ ചാണക ക്രിസംഗിയില്ലേ ഇവന്റെ പ്രശ്നം. ചോദിച്ചു മേടിച്ചതാ സാർ. അതായത് മുസ്ലിങ്ങൾക്കെതിരെ ചൊറിയാനല്ലാതെ ഈ പരനാരുടെ വായ ഉണ്ടല്ല, വായ ഒരിക്കലും തുറക്കാറില്ല. എന്തായാലും ഇവനുണ്ടല്ലോ നല്ല മറുപടി, ഞാൻ കൊടുക്കുന്നതിനും കണ്ടി നല്ല മറുപടി ഉണ്ടല്ല നമ്മുടെ ട്രെൻഡ് മോജോ ഷിനു ഇല്ലേ, ഷിനു കൊടുത്തിട്ടുണ്ട്. ഷിനു കൊടുത്ത മനോഹരമായ മറുപടി ഉണ്ടല്ല, ആ മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. സ്വീകരണം കണ്ടാത്ത ഒന്നും രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണെന്ന്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ടിനി ജീവിക്കണ്ടേ. ഇതേതാടാ പുതിയൊരു പാഠം? പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു. എന്താണെങ്കിലും വേണം എന്നോട് കാര്യം പറയാം. റഹീമിന് ജീവിക്കണമെങ്കിൽ ഇനിയിപ്പോൾ നീ പൈസ കൊടുക്കണമെങ്കിൽ സർക്കാർ ജോലിന്റെ കാര്യമൊന്നുമില്ല. അതായത് 10-36 കോടി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. 20 വർഷം അവിടെ ജയിലിൽ കിടക്കുകയും ചെയ്തു. അത് മാത്രമല്ല, കൂടുതൽ കിട്ടിയിട്ടുള്ള കുറച്ച് കോടികൾ കയ്യിലുണ്ട്. ആ കോടി വെച്ചിട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കിക്കോളൂ. അല്ലെങ്കിൽ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനതയിലിടെ എന്തെങ്കിലുമൊക്കെ ജോലി കൊടുത്തോളൂ. ഇനി ബാക്കിയുള്ള പൈസ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തോളാന്നും ആ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇവനെ പോലത്തെ ക്രിസംഗിയൊക്കെ ഇതിലും നല്ല മറുപടി ഉണ്ടല്ല, ഇതിലും നല്ല മറുപടി വേറെ കിട്ടാനില്ല. ഇനി ഞാൻ നിങ്ങട്ടില്ല വേറൊരു വിഷത്തിന്റെ അതിമനോഹരമായ കുരുവട്ടിൽ കാണിച്ചു കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ എല്ലാമായ നമ്മൾ വിശകലമാടത്തിന്റെ അതിമനോഹരമായ ഒരു കുരുവട്ടിൽ കണ്ടിട്ട് വന്നാലോ. നമ്മളെ വിശകലമാടം പറഞ്ഞുള്ളത് വീരാരാധനയാകാം, പക്ഷേ ഒരു കൊലക്കേസ് പ്രതിയെ, അത് ഒരു ഭിന്നശേഷിക്കാരൻ ബാലനെ കൊന്ന കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ഒരു പ്രതിയെ നമുക്കേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. ഇത് കേരളമല്ലേ? ഇങ്ങനെയാണ് നമ്മൾ വിശകലമാടം മനോഹരമായിട്ട് കുരുപൊട്ടിയത്. ചോരത്തിൽ വന്ന ഓയിൻമെന്റ് തന്നെ തേക്കനോടാ ഓണാപ്പച്ചാരെ. മനുഷ്യൻ ജയിൽ മോചിതനാകുമ്പോൾ കേരളക്കര ഒട്ടാകെ സന്തോഷത്തിലാണ്. അപ്പൊ വിശപ്പാമ്പിൽ ഒന്ന് പറയാണ്, കേരളക്കര ആഘോഷിക്കുന്ന കാര്യമുണ്ട്, കൊലയാളിയല്ലേ. ഓ, പൂവിനെയും മണ്ടിനെയും തേനെയും മാത്രം സ്നേഹിച്ച ഒരു ജന്മം, എത്ര മാനവികമാണെന്നറിയാം അവരുടെ സ്നേഹം. നല്ല ബെസ്റ്റ് മോളാ. ദുബായ് ചെക്ക് കേസിൽ വെള്ളാപ്പയുടെ മോൾ തുഷാർ വെള്ളാപ്പള്ളി കിടന്നപ്പം യൂസ് വഴി ഇറക്കാൻ പോയല്ലോ. അന്ന് നിങ്ങൾക്ക് എന്തിനാണ് കുറ്റവാളി ഇറക്കുന്നത് നിങ്ങൾക്ക് തോന്നൽ വന്നില്ലേ? എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ല. IS നിങ്ങൾക്ക് നാണോ ഇല്ലെന്ന് ചോദിക്കാൻ ഞാൻ ഇങ്ങനത്തെ ഭാഷ പ്രയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് നാണോ മാനോ ഉളുപ്പെന്ന് ഒരു സാധനം ഇല്ല ഇങ്ങനെയൊക്കെ പറയാൻ. നിങ്ങൾ മനുഷ്യശ്രീ തന്നെയാണോ? അതോ മനുഷ്യരൂപം പൂണ്ട വേറെ എന്തോ ജന്മമാണോ? നിങ്ങൾക്ക് ഹൃദയമില്ലേ? മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ലേ? ഇപ്പൊ നിമിഷപ്രിയ അവര് ഇതുപോലെ അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊന്നു. എന്നിട്ടും നമ്മൾ അവരുടെ ജീവൻ രക്ഷിക്കുന്ന ആ ഒരു സാഹചര്യം പല ആളുകൾ ഇടപെട്ടപ്പോഴേക്കും കേരളം ഒട്ടാകെ ആഘോഷം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ ദുർബല സാഹചര്യത്തിൽ അങ്ങനെ പലതും പറ്റും. അതിന് പകരം ഒരു ജീവൻ കൊടുക്കലല്ല. സംഗതിയാതൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നറിയാം? മുസ്ലിമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്ത്രീയെ, നിങ്ങളുടെ ഈ ജന്മം പാഴായിപ്പോ. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് വന്ന് കണ്ടിട്ട്, ഞങ്ങൾ മലയാളികൾക്ക് വലിയ ആഗ്രഹം എന്തെങ്കിലും ഒരു നല്ല വാക്ക്, മനുഷ്യർക്ക് ഗുണമുള്ള ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് കേട്ടിട്ട് മരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് പകരം ജീവൻ കൊടുത്താൽ അത് മതിയാവൂല. അതേ സമയത്ത് അയാൾ രക്ഷപ്പെടട്ടെ, അയാൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നല്ലേ നമ്മളൊക്കെ ചിന്തിച്ചത്. ഇല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും
സംഘപരിവാറുകാർ പോലും നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ രക്ഷപ്പെടട്ടെ, ആ കൊല്ലപ്പെട്ടവന് പകരം ഇവരുടെ ജീവൻ കൊടുത്തിട്ട് കാര്യമില്ലെന്നല്ലേ മലയാളിയുടെ വികാരമല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ക്ഷമിക്കണം, വിവരമില്ലായ്മ ഉണ്ടാ. മനസ്സിലായി. അല്ല, നിങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എതിർപ്പൊന്നുള്ളതുകൊണ്ടല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു സ്ത്രീയായി പോയത്? ഇവിടെ നിങ്ങൾ അതേ പ്രായമുള്ള എത്ര മനുഷ്യരുണ്ട്. ഈ ശോഭാ സുരേന്ദ്രനൊക്കെ കുറച്ചുകൂടെ എനിക്കൊന്ന് വെച്ചാണെന്ന് തോന്നുന്നു. ഈ തൊപ്പി ഇങ്ങനെ സ്റ്റൈലായിട്ടിരിക്കുന്നത് എനിക്ക് സൂചിക്കുന്നില്ല. അവരൊക്കെ ഇങ്ങനെ വിഷം തള്ളുമെങ്കിലും നിങ്ങളത്രയും ഈ കേരള പൊതുസമൂഹത്തിൽ നിങ്ങളത്രയും ഈ വിഷം സ്ഫുരിക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനുഷ്യർക്ക് മനുഷ്യരുടെ വികാരം മനസ്സിലാകും, പക്ഷേ മനുഷ്യരൂപമുള്ള മൃഗങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. നോട്ട് ഓൺലി ബറ്റാൽസോ. വലിയ സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവുക.